ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2 കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ കേട്ടാലോ. ഇന്നത്തെ മെഗാ പരമ്പര നമ്മൾ നിങ്ങളെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ മെഗാ പരമ്പരയുടെ ഒരു ഉള്ളടക്കം എന്തായാലും വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ, വേറൊന്നുമില്ല. നമ്മുടെ ബാലൻ നമ്മുടെ ഗോമതിയെയും അനുവിനെയും കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് വേണ്ടയോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോഴേ. കാരണം ബാലൻ പറയാണ്ടാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ അനുവിനൊക്കെ മനസ്സിലാവുന്നത്. സ്റ്റേഷനിൽ വന്ന് അലോകിനെതിരെ കേസ് കൊടുക്കാനാണ്, തന്നോട് ചെയ്ത എല്ലാ ക്രൂരതകളും എഴുതി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത് നമ്മുടെ അലോകിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ആ ഒരു മെഗാ എപ്പിസോഡിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആനന്ദ് നമ്മുടെ ഉദയഭാനുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കെണി ഒരുക്കി കടയിൽ വെച്ചിട്ടുണ്ട് ഗോമതി സ്റ്റോറിൽ. പക്ഷേ ആ കെണിയിൽ ഉദയഭാനു വന്ന് തല വെക്കുന്നുണ്ട്. പക്ഷെ വെച്ചാലും അതിൽ ജസ്റ്റ് ഡ്രോ തുറക്കുന്നതല്ലാണ്ട് പൈസയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കത് പൂർണ്ണമായിട്ടും ഉദയഭാനു പണം കട്ടെടുത്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ബാലിനെ ഒന്നും കാണിക്കാനായിട്ട് നമ്മുടെ ആനന്ദിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആനന്ദ് ആലോചിച്ച് നിൽക്കണം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സീനൊക്കെയാണ് ഇന്നത്തെ ഇതിൽ വരുന്നത്. ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഈ ദിവസങ്ങളിലൊക്കെ വരാനിരിക്കുന്ന സീനിൽ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അലോക് ജയിലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അലോകിന് ആദ്യമൊക്കെ നമ്മുടെ അനുവിനോട് വല്ലാത്തൊരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ വരാണ്. കാരണം ഈ ഒരു ചതി എന്നോട് അവൾ ചെയ്തല്ലോ, ഞാൻ അവളെ വെറുതെ വിടില്ല. അതിനോടൊപ്പം തന്നെ അച്യുതന് സഹിക്കാൻ പറ്റുന്നില്ല. ബാലനെ വെല്ലുവിളിച്ചിട്ടാണ് അച്യുതൻ പോയിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ എൻ്റെ മകനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു ഇതോടുകൂടി വരുന്നത്. അങ്ങനെ അവർ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ച് ആക്കിയിട്ട് ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് അലോക് തൻ്റെ ലൈഫ് ഒന്ന് ബാക്കടിച്ച് നോക്കുകയാണ്. അതായത് താൻ അനുവിനോട് ചെയ്ത ക്രൂരതകളും ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ അവരാകെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അലോകിന് അനുവിനെ, അതായത് അനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ, നിൻ്റെ മുഖം എനിക്ക് കല്ലിൽ ഉരയ്ക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് നീ അങ്ങനത്തവളാണ്, നിന്നെ കാണാൻ ഒട്ടും കൊള്ളില്ല, എൻ്റെ മനസ്സിൽ ആ ഒരു സങ്കല്പത്തിലൊരു പെണ്ണേ അല്ല നീ എന്നൊക്കെയാണ് അലോക് നമ്മുടെ അനുശ്രീ ആ താലി പൊട്ടിച്ച് പോണ സമയത്ത് പറഞ്ഞേക്കുന്ന ഡയലോഗ്. പക്ഷേ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ തനിക്ക് തെറ്റ് പറ്റി എന്നുള്ളൊരു തോന്നൽ നമ്മുടെ അലോകിന് വരുന്നുണ്ട്. കാരണം തൻ്റെ ജീവിതത്തിൽ അനു ഉള്ളതാണോ കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി പറഞ്ഞുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ അവർ അലോക് ഇതൊക്കെ ജയിലിൽ കിടന്നിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അലോകിന് വേണ്ടിയിട്ട് അലോകിനെ പുറത്തിറക്കാൻ അവരാവുന്ന പണി അവർ നോക്കുകയാണ്. അച്യുതനും അവരെ പറ്റുന്ന പൊളിറ്റിക്കൽ ലെവലിലും ഒക്കെ പരിശ്രമിച്ച് നോക്കിയെങ്കിലും പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. കാരണം വേറൊന്നുമല്ല, ഈ അനു കൊടുത്തേക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് പോലീസ് പറയുന്നത്. കാരണം ഒരു പെൺകുട്ടിയോട് ഇന്നത്തെ കാലത്തൊന്നും അത്രയും ക്രൂരത ചെയ്യാൻ പാടില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ആ പെൺകുട്ടിയെ വളരെ ഭയങ്കര രീതിയിലാണ് ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് അത്രത്തോളം വാല്യൂ ഉണ്ട്. അത് അങ്ങനെ സാധാ രീതിയിൽ തേച്ച് മാച്ച് കളയാനോ അല്ലെങ്കിൽ ഇവർക്ക് സ്വാധീനം ഉപയോഗിച്ച് അതിനെ ഇതാക്കി കളയാനോ ഒന്നും കഴിയില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ നിന്നതുകൊണ്ട് ഇവർക്ക് ഈ കേസ് അവരുടെ വക്കീൽ പറഞ്ഞതനുസരിച്ച് ആ കേസ് പിൻവലിച്ചാൽ മാത്രമേ, അതായത് ഈ കേസ് ഇനി ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ അലോകിന് ഒരു ജാമ്യമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഇങ്ങനെ പറയണത്. അപ്പോൾ ഇതറിഞ്ഞിടത്തോളം നമ്മുടെ ഇന്ദിരാമ്മയും അതുപോലെ തന്നെ നമ്മുടെ നന്ദിനി വഴിയൊക്കെ അനുവിനെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അനു ഒന്നിനും തയ്യാറാവുന്നില്ല. പക്ഷേ ബാലൻ്റെ അടുത്ത് ഇന്ദിരാമ്മ വന്ന് സംസാരിക്കുന്നുണ്ട്. എത്ര ക്രൂരത ചെയ്താലും എൻ്റെ കൊച്ചുമോനല്ലേ ബാല, അവൻ ഈ ജയിലിൽ കിടന്നിട്ട് വീട്ടിൽ നമുക്കൊരു സമാധാനമില്ല, വീട്ടിലെ ഒരു പയ്യനാണല്ലോ, ആ ഒരു രീതിയിലൊക്കെ ഇന്ദിരാമ്മ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ബാലൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ബാലൻ അന്നേരം ഒന്നും മറുപടി പറഞ്ഞില്ല. അനുവിനും വലിയ സങ്കടമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ താലി അനു
അനു ചാർത്തി കൃഷ്ണമംഗലത്ത് ചെല്ലുന്ന സമയത്ത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് അനു ആ കൃഷ്ണമംഗലത്ത് ചെല്ലുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും അലോകിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തനിക്ക് വേണ്ടുന്ന എല്ലാ ഇതും, അതായത് ഇന്ദിരാമ അല്ലെങ്കിൽ നന്ദിനി അല്ലെങ്കിൽ രാജശ്രീ അവരൊക്കെ നല്ല രീതിയിൽ നല്ലൊരു ഇതാണ് അവരൊക്കെ തന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കുറവും ഇല്ലാണ്ട് തന്നെ നോക്കിയതും തനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നത് അവരാണ്. അപ്പോൾ അവരൊക്കെ അത്രയും വിഷമിച്ചുകൊണ്ട് അലോകിൻ്റെ കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അതിനെ അങ്ങനെ ഇതാക്കി കളയാൻ അവർക്ക് അനുവിനും കഴിഞ്ഞില്ല. അങ്ങനെ അനു ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ കേസ് കോടതിയിൽ വരണ സമയത്ത് ഞാൻ എന്താ പറയേണ്ടത്? കാരണം ഞാൻ പറയുന്ന അനുസരിച്ച് അലോകിന് ശിക്ഷ കാര്യങ്ങളും കിട്ടും. അപ്പോൾ അത് ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ബാലൻ പറഞ്ഞു, മോക്ക് എന്താ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു മനമാറ്റം വരാൻ കാരണം? അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അലോകിനോട് സ്നേഹമോ ഇഷ്ടമോ ഒന്നും കൊണ്ടല്ല അച്ഛാ. എനിക്ക് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശിയും നന്ദിനി വല്യമ്മയും അപ്പച്ചിയൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അലോകിൻ്റെ കാര്യം ഓർത്തിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പെട്ടെന്ന് അവർ പറയുമ്പോൾ അലോകിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, ഈ ഒരു കേസ് പിൻവലിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ബാലനും അനുവും കൂടെ ചേർന്ന് ആലോചിച്ചിട്ട് ഈ കേസ് പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലോക് നല്ല നല്ല ഒരു മനസ്സുള്ളവനൊക്കെ ആയിട്ട് പുറത്ത് വരുന്നുണ്ട്. പക്ഷേ പുറത്ത് വന്ന് കേസ് പിൻവലിച്ചു എന്നറിഞ്ഞ് കഴിയുമ്പോൾ ഈ അലോകിൻ്റെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറണം കേട്ടോ. അലോക് നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, അവന് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ്റെ പഴയ സ്വഭാവം തന്നെ ഇരട്ടിയായിട്ട് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ അലോക് കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അലോക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് അനുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമില്ല, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, നീ എൻ്റെ ജീവിതത്തിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനു അത് കൂട്ടാക്കാൻ നിൽക്കുമോ? അനു എവിടെ നിൽക്കണോ? അനു പറയും, എൻ്റെ മുന്നിൽ പോലും നീ വരണത് എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞ് അനു അലോകിനെ മാട്ടി വിടുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ആനന്ദ് നല്ലൊരു കളി കളിക്കുകയാണ്. അതായത് ദേവിയുടെ അടുത്ത് ചെയ്ത തെറ്റുകളൊക്കെ കുറേശ്ശെ പുറത്ത് വരാൻ എനിക്ക് മനസ്സ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ദേവി നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നോടുള്ള ദേഷ്യം ഞാൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ കാണിക്കുന്നുവെങ്കിലും എനിക്ക് ഉള്ളിൽ നിന്നോടൊരു വെറുപ്പ് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിന്നെ ഇനി ഞാൻ വഴക്ക് പറയാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ കുറച്ച് ഉടായിപ്പ് നമ്പറുകൾ ദേവിയുടെ മുന്നിൽ നമ്മുടെ ആനന്ദ് ഇടുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ 2-3 ദിവസത്തിനകത്ത് തന്നെ ഉദയഭാനുവിനെ വീഴ്ത്താനുള്ള നല്ലൊരു കെണി നമ്മുടെ ആനന്ദ് ക്യാമറയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ട് വേണം അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഒക്കെ ആനന്ദിന് പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ആനന്ദ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മിത്രയും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയും കൂടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അനുവിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇനി എന്താണ് അനുവിൻ്റെ ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളും, നിനക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം, അങ്ങനെ അനുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ അനുവിൻ്റെ തുടർ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ വേറൊരു കേസ് വരുന്നത് എന്തെന്ന് വെച്ചാൽ മിത്രയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മളത് കഴിഞ്ഞ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്ന അതാണ്. എത്രയൊക്കെ പറഞ്ഞിരുന്നാലും തൻ്റെ വീട്ടിൽ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് സ്കൂളിൽ പോയി ഒരുമിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ അലോക്. അപ്പം പെട്ടെന്ന് പോലീസൊക്കെ അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ മിത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷെ ഒരിക്കലും മിത്ര അലോകിനോട് പുറത്തു കൊടുക്കുന്നില്ല. കാരണം ചെയ്ത തെറ്റ്, അതായത് അലോക് ചെയ്ത തെറ്റുകളൊന്നും പൊറുക്കാൻ പറ്റുന്ന തെറ്റുമല്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും ഒരു മനസ്സിൽ ഒരു പ്രയാസം. അപ്പോൾ അത് നമ്മുടെ ആര്യനെ തിരിച്ചറിയാൻ പറ്റുന്നുമുണ്ട്. അപ്പം മിത്രയെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആനന്ദ് ആ വീഡിയോ ക്ലിപ്പ് നമ്മുടെ ദേവിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ തൻ്റെ അച്ഛൻ്റെ കൈകളാണ് എന്നുള്ളത് ദേവി തിരിച്ചറിയാൻ കേട്ടോ. അങ്ങനെ അത് തിരിച്ചറിഞ്ഞ ദേവി നേരെ നമ്മുടെ ഉദയഭാനുവിനെയും ഉദയഭാനു അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടിയിട്ട് ദേവി വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷെ അവിടെ എത്തിപ്പറ്റുന്ന നമ്മുടെ ദേവി കാണുന്നത് നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫും ഒക്കെ ആയിട്ട് നല്ല ലാവിഷ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അച്ഛനാണ്. അത് കണ്ടപ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലായി ആനന്ദേട്ടൻ പറഞ്ഞത് 100% ശരിയായ കാര്യം തന്നെയാണ്. അച്ഛൻ അവിടെ എന്നെ കാണാനായിട്ട് വരുന്നത്.
പണം അടിച്ചു മാറ്റാനും അതുവഴി ചിലവും കാര്യങ്ങളും നടത്താനൊക്കെയാണെന്നുള്ളത് ദേവിക്ക് മനസ്സിലാവണം. അങ്ങനെ തൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ദേവി പറയുന്നുണ്ട്. അതായത് ഇപ്പം ഇതിനൊക്കെ പൈസ, ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങാൻ പൈസ ഇല്ലെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് ഈ പൈസയൊക്കെ വന്നു എന്ന് ദേവി ചോദിക്കുമ്പോൾ അത് നിൻ്റെ അച്ഛന് കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തതാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയുടെ അമ്മ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല അമ്മ, അച്ഛൻ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് വരുന്ന സമയത്തെല്ലാം പൈസ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. ആ കുറ്റം മുഴുവൻ ധർമ്മമാമൻ്റെ ചുമത്തി ഇന്ന് ധർമ്മമാമൻ ആ ദേവമംഗലം വിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോയി. ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉദയഭാനു, എടി മോളെ എൻ്റെ നിവർത്തി കേട് കൊണ്ടാടിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് നാണയില്ലേ മനുഷ്യ, നമ്മൾ കാരണം നമ്മുടെ മോളുടെ ജീവിതം ഇത്രേ, ഇനി നമ്മൾ ചെന്ന് കിടന്നിട്ട് എന്തിനാ അവളെ ഇതിലേറെ വേദനിപ്പിക്കുന്നത്, അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയുടെ അമ്മ ഉദയഭാനുവിനെ കുറേ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ദേവിയുടെ അമ്മ പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ നമ്മുടെ മോളെ ഇനി രണ്ടാമത്തെ ഒരു മോളുണ്ടല്ലോ, അവളെ കല്യാണം കഴിക്കാനുള്ള വഴികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഗോമതി സ്റ്റോഴ്സിൽ നിന്നുള്ള പണം കട്ടുകൊണ്ട് വന്നിട്ടാണോ മനുഷ്യയെന്ന് പറഞ്ഞിട്ട് ദേവിയുടെ അമ്മ കുറേ വഴക്ക് പറയുന്നുണ്ട്. അവസാനം ദേവി പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ, ഇനി എന്തെങ്കിലും ഇതുവരെ ചെയ്ത ഈ തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ഇതായിട്ട് അച്ഛനെടുത്ത പണം മുഴുവൻ അവിടെ തിരിച്ചും കൊണ്ടുവരണം. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും കേസ് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഞാൻ ആ വീട് വിട്ട് എന്നെ അവർ ഇറക്കും, ഞാൻ വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളോ, അങ്ങനെ ഇറക്കി വിടണമെങ്കിൽ മോൾ ഇങ്ങ് പോര്, നമുക്ക് ഒരുമിച്ചാണെങ്കിലും പട്ടിണി കിടക്കാലോടി മോളെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി പറയും, ഞാൻ പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത്, ഞാനേ നേരെ എൻ്റെ ജീവൻ അങ്ങ് വെടിയും, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയിക്കോട്ടെ. നിങ്ങൾ ഉണ്ടാക്കി തന്ന ജീവിതം തന്നെ നിങ്ങൾ ഈ തരത്തിലാക്കി കുളമാക്കി തന്നു, ഇനി നിങ്ങൾക്ക് എന്ത് വേണം, എന്നെക്കൊണ്ട് എന്താ നിങ്ങൾക്ക് ഇനി സാധിച്ചെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി ഭയങ്കരമായിട്ട് അവരുടെ മുമ്പിൽ ഷൗട്ട് ചെയ്തും ദേഷ്യപ്പെട്ടും വെല്ലുവിളിച്ചിട്ടൊക്കെ ഇറങ്ങി പോകുന്ന സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ദേവിയുടെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസമാവുകയാണ്. കാരണം എത്രയായാലും അമ്മയല്ലേ, തൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ചിന്ന പിന്നെ ആക്കി കളയാന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ സ്കിപ്പ് അടിക്കാണ്ട് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്